ഇടുക്കി ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഇടുക്കി ചെറുതോണി പാലത്തിൽ വെള്ളം കയറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്. ഇടുക്കി പാലവും ചെറുതോണി ബസ് സ്റ്റാൻഡിനുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കി പാലത്തിന് മുകളിൽ വെള്ളം ശരിക്കും കയറിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്നതിനാൽ നമുക്ക് പുറം കാഴ്ചകൾ അധികം വ്യക്തമായി കാണാൻ കഴിയില്ല. ഇതാണ് വെള്ളത്തിൻ്റെ നീരൊഴുക്ക് ശരിക്കും വർദ്ധിച്ചിട്ടുണ്ട്. ശക്തമായിട്ട് തന്നെയാണ് വെള്ളം ഒഴുകുന്നത്. ഇടുക്കി ഡാമിൻ്റെ 5 ഷട്ടറുകളും തുറന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, കഴിഞ്ഞിടത്തുനിന്നല്ല, 5 ഷട്ടറുകളും തുറന്നു കഴിഞ്ഞു. അതിൻ്റെ നീരൊഴുക്ക് വർദ്ധിച്ചാണ് പാലത്തിൽ വെള്ളം കയറി കഴിഞ്ഞു. ചെറുതോണിയുടെ വിദൂര കാഴ്ചയാണ് ഇപ്പോൾ അത്. ചെറുതോണി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പകുതിയോളം ഒലിച്ചു പോയിട്ടുണ്ട്. ഇനി അവിടെ അതിനരികിൽ നിന്നിരുന്ന 2 പന മാത്രമാണ് ഇനി അവിടെ ഉള്ളത്. മഴ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ടൗണിലേക്ക് ഒരു കാരണവശാലും വെള്ളം പ്രവേശിച്ചിട്ടില്ല. പാലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ വന്ന് ഒഴുകി പോവുകയാണ്. ചാർജ് തന്നെ രാവിലെ മുതൽ ഇത് തന്നെ അല്ലായിരുന്നു പരിപാടി. ലൈവാ. വിദേശത്തുള്ളവന്മാർക്ക് ഭയങ്കര ആഗ്രഹം ഇത് കാണണമെന്നുണ്ട്. പന വരുന്നു. ആ പന ബോധം കഴിച്ചിരിക്കുന്നു. വീഡിയോ ലൈവാ. അത് ആനന്ദാറിന്റെ ചങ്കലിനായിട്ട് തന്നെ കൊത്തുന്നത്. പന ദയ ഒഴുകുന്നു. പന പരിചയം കിട്ടിയിട്ടില്ല. ടൗണിൽ ഇനിയിപ്പോൾ കറണ്ട് വരണമെങ്കിൽ 2 ദിവസം എടുക്കുമായിരിക്കും അല്ലേ? ആ ലൈൻ പൊട്ടിയില്ലേ? ഇടിയും മുഴങ്ങുന്നുണ്ടല്ലോ. പണി പാപ്പനം കൊണ്ട് കിട്ടുമോ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ താഴത്തെ ഡാം അടച്ചോ അന്നേരം? താഴെ മറ്റേ ഏതോ ഡാം അടച്ചെന്ന് പറഞ്ഞല്ലോ. ആ താഴെ അങ്ങ് പോയി നോക്കണമെന്ന്. വെള്ളം കുറഞ്ഞു കഴിയുമല്ലേ? ആ പാലത്തിന്റെ അരികെ ഇടിയുവാണല്ലോ. ആ വഴിക്ക് വേണ്ടി എടുത്തിട്ട മണ്ണല്ലേ? എന്നാലും അത് പണിയാവൂല. അത് കേറാൻ പറഞ്ഞാ കേറാൻ പറഞ്ഞാ നമ്മൾ രാവിലെ അവിടെ ഇപ്പുണ്ട്. നമ്മള് കാണാൻ പറയുന്നത് ഏയ് ഇങ്ങോട്ട് വെള്ളം കയറിയില്ലോ. ഇതിന്റെ അടിയിലേ കുട്ടയുടെ അപ്പനാ. കുട്ടപ്പോന്ന് വിളിച്ചാൽ മതി. കുട്ടായുടെ തെങ്ങിന് പണി കിട്ടുമോ? കുട്ടായുടെ തെങ്ങിന് പണി കിട്ടുമോ? ഇത് അത് പിന്നെ ആരുടെ? വലിയതല്ലേ? ആ നമ്മളിങ്ങനെ മറന്നു അത്രയും പറഞ്ഞു. ഇതാണ് അടിക്കുന്നത് മറിക്കാൻ പറയുന്നത് കൂടുതൽ പാലത്തെ വെള്ളം കയറി ഒഴുകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പൊ ആ പന പോകാൻ ചാൻസ് ഉണ്ട്. എവിടെ എഴുതുന്നേ? പന്നി ഇരിക്കുന്നതാ പള്ളി ആ കലിമ്പ് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. മഴ കാണാൻ ഒരു രക്ഷയില്ല. പാർക്കിംഗ് ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡ് എല്ലാ പനം ചാടി ഞങ്ങളോട് ചാടാനുള്ളൂ. പക്ഷേ ഈ തെങ്ങ് പോകുന്നതിനുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ തെങ്ങിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 5 ഷട്ടർ തുറന്നു, 6ാമത് 6 വിടാൻ പോകും. 6 ഷട്ടർ ഉണ്ടായിരുന്നു.
നീ ചോറൂണും കഴിഞ്ഞിട്ടാ വന്നതല്ലേ? അടിപൊളി. നമ്മളൊക്കെ രാവിലെ മുതൽ പട്ടിണി തന്നെ. നമ്മളൊക്കെ രാവിലെ തന്നെ പട്ടിണി തന്നെ. ചാർജായോ? ഞാൻ പോയി ഒരു പവർ ബാങ്ക് ഒക്കെ വാങ്ങിച്ചു. 1200 രൂപ. ആ കുട്ടികളെ അപ്പുറം കണ്ട കുറെ മണ്ണ് പോലും ചെറുതോണി ഡാമിന്റെ 5 ഷട്ടറുകളും തുറന്നുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മൾ രാവിലെ കണ്ടത്രയും വെള്ളമല്ല, അതിന്റെ 2 ഇരട്ടി വെള്ളമാണ് ഇപ്പോൾ ഇത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഇരട്ടിയല്ല 3 ഇരട്ടി വെള്ളമുണ്ട്. 3 ഇരട്ടി വെള്ളമാണ് ഇപ്പോൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൂട്ടാൻ പറയരുത്. ഇവിടെ ചെറുതോണി ബസ് സ്റ്റാൻഡാണ് നിങ്ങളിപ്പോൾ ദൂരെ കാണുന്നത്. ബസ് സ്റ്റാൻഡ് ഇനി ഇല്ല, സ്വപ്നത്തിൽ മാത്രം. ബസ് സ്റ്റാൻഡ് വളരെ എന്താണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ്. ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. താഴെ പാർക്കിങ്ങിലെ ഷെഡാണ്, അത് ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മൂടിയിരിക്കുന്നു. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഷെഡ്. ഭയങ്കര എന്താണ് ഈ കാണുന്നതെല്ലാം പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പാലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നിലവിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫ്രണ്ടിൽ തെങ്ങൊരു തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് കണ്ണിന് കാണാൻ കഴിയുന്നുണ്ട്. വീഡിയോയിൽ അത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. കാരണം ആ പാലത്തിന്റെ മുകളിലൂടെ വെള്ളം കയറി ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വെടി തീർന്നോ? ക്യാമറ